ഇന്നത്തെ രാവിലത്തെ ക്ലൈമറ്റ്. ഇന്ന് നല്ല വെയിലുള്ള ഇതാണ്. ചെടികളെല്ലാം നല്ല പൂ പിടിച്ച് നിൽക്കുന്നു. എൻ്റെ ചെടികളെല്ലാം കണക്ക് കുറേ റോസപ്പൂ എല്ലാം പിടിച്ച് നിൽക്കുന്നുണ്ട്. മഴ പെയ്തതുകൊണ്ട് നല്ല ഇതായിട്ട് നിൽക്കുന്നു. വേറെ നടന്നു കഴിഞ്ഞ് വീടിൻ്റെ അകത്തോട്ട് കയറിപ്പോയി കുറച്ച് ജോലിയുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറിയാണ്. ഇന്ന് ഞാനിവിടെ ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. മട്ടൻ കറി വെക്കുന്നതിന് വേണ്ടി 1/2 കിലോ മട്ടൻ കഴുകി നല്ല വെള്ളം ഊറ്റി വെച്ചിരിക്കുന്നു. സവാള ഒരു മീഡിയം ടൈപ്പ്, ചുവന്നുള്ളി ഒരു 10-20 എണ്ണം കാണും, അത്, പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി 2 വലിയ ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ചെറിയ സ്പൂൺ, ഗ്രാമ്പ്, പട്ട എല്ലാം ഇച്ചിരി എടുത്ത് വെച്ചിരിക്കുന്നു കറി താളിക്കാൻ, ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണയുടെ വില ഉണ്ട്, 1 കിലോ 400 രൂപ. സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഉപ്പ് ആവശ്യത്തിന്. ഇത്രയുമാണ് വേണ്ടത്. മട്ടൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ച് അടുപ്പ് ഓണാക്കിയതിന് ശേഷം ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കണം, എന്നാലേ കറിക്ക് രുചി കാണുള്ളൂ. വെളിച്ചെണ്ണ ചൂടായി വരുന്നത് വരെ എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചു കൊടുക്കണം. ഉലുവ പൊട്ടിയതിന് ശേഷം ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പ് എല്ലാം ഇട്ട് കൊടുക്കാം. 2 ഏലക്കയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ച് കൊടുക്കും. തക്കോലം, ജാതിപത്രി, പട്ട ഇതെല്ലാം ഒന്ന് ചൂടായതിന് ശേഷം നേരിയതായിട്ട് അരിഞ്ഞു വെച്ച സവാള അതിലിട്ട് കൊടുക്കും. 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം വഴറ്റി കൊടുക്കണം. നല്ലവണ്ണം വഴന്നു വരുന്നതിന് വേണ്ടി ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും നല്ല മണം. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് നിങ്ങളൊക്കെ ഈ മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും, എന്നാലും വെളിച്ചെണ്ണയിൽ പ്രത്യേകിച്ച് ഉണ്ടാക്കി നോക്കണം, എന്നാലേ അതിൻ്റെ രുചി മനസ്സിലാവുകയുള്ളൂ. മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതിൽ 2 സ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. 1 സ്പൂൺ ജിഞ്ചർ, 1 സ്പൂൺ ഗാർലിക് ഇതിട്ട് കൊടുക്കാം. നല്ലവണ്ണം തീ കുറച്ച് വെച്ച് പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. നല്ലവണ്ണം മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഇത്രയും അളവിലുള്ള 2 തക്കാളിയാണ് എടുക്കുന്നത്, അത് അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാൻ പാചകം ചെയ്യുന്നതിന് മുമ്പെല്ലാം ഒന്നും ഇങ്ങനെ അരിഞ്ഞൊന്നും ഇടൂല. അപ്പം ആ സമയത്താണ് അരിഞ്ഞ് വെക്കുന്നത്. തക്കാളി പ്രത്യേകിച്ചും അങ്ങനെയാണ് ഞാൻ അരിഞ്ഞത്. നല്ല നൈസായിട്ട് വേണം അരിഞ്ഞിടാൻ. തക്കാളി എല്ലാം അരിഞ്ഞ് 2 എണ്ണം ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പച്ചമസാല, ഇഞ്ചി വെളുത്തുള്ളി നല്ലവണ്ണം മൂത്തതിന് ശേഷമാണ് തക്കാളി ഞാൻ ചേർക്കുന്നത്. തീ കുറച്ച് വെച്ച് തക്കാളി വേവുന്ന സമയം ഈ പൊടികളെല്ലാം
ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം. തീരെ വെള്ളം ചേർത്ത് ഇതാക്കി കളയരുത്. അര കിലോ ഇറച്ചിക്ക് ഞാൻ ഇത്രയും മസാലയാണ് എടുക്കുന്നത്. ഇതങ്ങ് ഇട്ട് കൊടുക്കണം. ഇതിനി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് നല്ല മൂപ്പിച്ചെടുക്കണം. നല്ല പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഇതിൽ വളരെ കുറച്ച് ഉപ്പല്ലേ ഉള്ളി വാടി വരാൻ ചേർത്തത്. ഉപ്പും എരിവും പുളിയും എല്ലാം പാകത്തിനുണ്ടെങ്കിലേ കറിക്ക് നല്ല ടേസ്റ്റ് വരുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇത് എണ്ണ തെളിഞ്ഞ് വന്ന വരെ മൂപ്പിച്ചെടുക്കണം. ഇളക്കി നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. തക്കാളി ഇട്ടത് ഒന്നും കാണുന്നില്ല. തക്കാളി നല്ല നൈസായിട്ട് അരിഞ്ഞത് കൊണ്ടാണ് വെന്തരിഞ്ഞ് അതിൽ ചേർന്ന് പോയി. ഇനി കുറച്ച് 2 പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ചുവന്നുള്ളി ഇടുന്നതാണ് കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. ഇനി എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ഇതിൽ ഇട്ട് കൊടുക്കണം. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഇപ്പം ഞാൻ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ കൂടെ വെള്ളം ചേർക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇതിൽ ഇങ്ങനെ തന്നെ ഇട്ട് ഈ ഇറച്ചിയിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ വെന്ത് കിട്ടും. എൻ്റെ ഹസ്ബൻഡിനും ഇതിങ്ങനെ കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ചോറിൽ ഒഴിക്കാനുള്ളത് കൊണ്ട് ചെറിയ ഗ്രേവിയായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വെള്ളം ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് നേരം ഇട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം വെള്ളം ഒഴിച്ചാണ് കുക്കർ അടച്ചു വെക്കുന്നത്. ശേഷം 2-3 മിനിറ്റ് ഞാനിത് ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുത്ത ഇത് ഈ പരുവത്തിൽ കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ചോറിന് ഉപയോഗിക്കാനുള്ളതുകൊണ്ട് കുറച്ച് വെള്ളം. ഞാൻ നേരത്തെ പൊടികൾ കലക്കി വെച്ച വെള്ളമില്ലേ, ആ വെള്ളമാണ് ഞാനെടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇളക്കിയതിന് ശേഷം നല്ല ഇതായി കഴിയുമ്പോൾ നമുക്ക് കുക്കർ അടച്ച് വെക്കാം. കുക്കർ അടച്ച് ഇത് വേവിച്ച് വിസിലൊക്കെ വന്നതിന് ശേഷം ഇതിനേക്കാളും കുറച്ചും കൂടി ചാറ് കിട്ടും. അതിൽ നിന്ന് വന്ന ഇറച്ചിയുടെയൊക്കെ ഒരു ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കാം. എൻ്റെ ഈ കുക്കറിൽ 5 വിസിലടിച്ചാലേ ഈ മട്ടൻ വേവുകയുള്ളൂ. നിങ്ങളുടെ കുക്കറിൽ എങ്ങനെയാണെന്ന് ആ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലവർക്ക് അത് 6 വിസിൽ വേണ്ടി വരും, ചിലവർക്ക് 4 വിസിലിൽ വേവും. ഞാനിത് 5 വിസിലാവുമ്പോൾ വെന്താന്ന് നോക്കി, വെന്തില്ലെങ്കിൽ 1 വിസിലും കൂടി കേൾപ്പിക്കും. ഇനി ഇത് തീ ആദ്യം കൂട്ടി വെച്ച് ആദ്യം 1 വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ച് ബാക്കി വിസിൽ കേൾപ്പിക്കണം. വിസിലെല്ലാം പോയി തീർന്നിട്ടുണ്ട്. പ്രഷറും എല്ലാം പോയിട്ടാണ് കുക്കർ തുറന്ന് നോക്കുകയാണ്. കണ്ട ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടുതലായിട്ട് തന്നെ ഉണ്ട്. ഇനി ഇറച്ചി വെന്താൻ നോക്കാം. 5 വിസിലിട്ടപ്പോഴത്തേക്കും നല്ല വെന്തിട്ടുണ്ട്, പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിച്ച് കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിക്കാം. നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. കത്തിച്ചതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കണം.
നമ്മൾ വെള്ളം നേരത്തെ ഇട്ടതിനേക്കാളും കൂടുതലായിട്ട് ചാറ് വന്നിട്ടുണ്ട്. എരിവും പുളിയെല്ലാം നോക്കട്ടെ. എരിവൊക്കെ നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. എൻ്റെ അനിയനുണ്ട്, ഭർത്താവിൻ്റെ അനിയൻ. അത് ഇറച്ചിയൊന്നും കൂട്ടൂല, ഇതിൻ്റെ ഗ്രേവി മാത്രമേ കൂട്ടുള്ളൂ. ഈ കറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ബൗളിലോട്ട് മാറ്റുകയോ ഇങ്ങനെ തന്നെ വെക്കുകയോ ചെയ്യും. നെയ്ച്ചോറിനും ഇറച്ചിക്കറിക്കും സാദാ ചോറിനും എല്ലാം ഒരുപോലെ നല്ല ഇതായിട്ട് അപ്പത്തിനും എല്ലാം കഴിക്കാവുന്ന ഒരു മട്ടൻ കറിയാണിത്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബായ്. ഇന്ന് ഞാൻ വെച്ച മട്ടൻ കറി ഇടയ്ക്ക് ഞാൻ മസാല മൂപ്പിക്കണ സമയത്ത് ചിക്കൻ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഇതെല്ലാവരും ക്ഷമിക്കണേ. ഇടയ്ക്ക് അങ്ങനെ വായുന്ന ചിക്കൻ എന്നാണ് വന്നു പോയത്. ഞാൻ ഇന്നിപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത്.